ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്രദമായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറി വയ്ക്കുന്ന മത്തങ്ങയൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് ആ ഭാഗം മൊത്തം അങ്ങ് അഴുകിപ്പോവും. അപ്പോൾ അതേപോലെ ഇല്ലാതിരിക്കണമെങ്കിൽ ആ കുരുവിൻ്റെ ഭാഗം ഫുള്ളായിട്ട് അങ്ങ് എടുത്ത് കളയുക. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ എത്ര ദിവസം വേണേലും നമുക്ക് അഴുകി പോവാതെ തന്നെ ഫ്രഷായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ പൊടി ഈച്ച ഉണ്ടല്ലോ. അപ്പോൾ ആ പൊടിയീച്ച പോകുന്നതിന് നമ്മൾ ഫ്രൂട്ട്സ് എന്ത് വെച്ചാലും ആ പൊടിയീച്ച ഇങ്ങനെ വന്ന് പറക്കും. അപ്പോൾ അത് ഇല്ലാതിരിക്കണമെങ്കിൽ ഒരു തട്ടിനകത്ത് ഇതേപോലെ നമ്മൾ ഉപയോഗിക്കാത്ത തട്ടിനകത്ത് എണ്ണ തടകിയിട്ട് ഇതേപോലെ ഒന്ന് വീശി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഈച്ച അതിനകത്തോട്ട് കയറിപ്പറ്റും. കൂടാതെ തൻ്റെ കൊതുക് കയറി അതിനകത്തോട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഈച്ചയുടെ ശല്യം അങ്ങനെ അങ്ങ് ഒഴിവാകും. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ ക്ലീൻ ചെയ്യാറില്ല. അപ്പോൾ അതിനകത്ത് തുണി വാരിയിട്ട് നമ്മളെപ്പോഴും കഴുകുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ വല്ലപ്പോഴും ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. അതിനകത്ത് നല്ല അഴുക്കുണ്ട്. അപ്പോൾ സ്ക്രബ്ബറിനകത്ത് നമുക്ക് നാരങ്ങ വെച്ച് കൊടുക്കുക. അപ്പോൾ പകുതി നാരങ്ങ, വാടിയ നാരങ്ങ ആണെങ്കിൽ അതുകൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഉപയോഗിക്കാത്ത സ്ക്രബ്ബർ വേണം എടുക്കാൻ. ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കോൾഗേറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ തുണി കഴുകുമ്പോഴത്തേനും അതിൻ്റെ ഇടയിലൊക്കെ ഇരിക്കും അഴുക്ക് ഒക്കെ. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ കുറച്ച് ഉപ്പും ബേക്കിംഗ് പൗഡറും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വാഷിംഗ് മെഷീനിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിനകത്തുനിന്ന് വരുന്ന അഴുക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് കണ്ടോ ഇളകുന്ന അഴുക്ക് നമുക്കറിയാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം ഈ അഴുക്കുകൾ അതിനകത്ത് ഇരുന്നിട്ട് വീണ്ടും നമ്മൾ തുണിയിട്ട് കൊടുക്കുമ്പോഴത്തേനും ആ തുണിയിലൊക്കെ അഴുക്കുകൾ കയറി പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ സ്ക്രബ്ബറിൻ്റെ നാര് ആ ഭാഗത്തെല്ലാം ഒന്ന് ആയിട്ട് അതിൻ്റെ അഴുക്കെല്ലാം ഇളകി ഇങ്ങി വരുന്നുണ്ട് കണ്ടോ, പൊടിയും എല്ലാം. അപ്പം അത് ഓഫാക്കുമ്പോഴത്തേന് കാണാൻ പറ്റും കണ്ടോ, നിറയെ പൊടിയുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് ക്ലീനാക്കി എടുക്കാം വാഷിംഗ് മെഷീനിൽ വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല, തുണികൾ വാരിയിട്ട് കഴുകിയെടുക്കുക ചെയ്യുന്നത്. അപ്പം ആ തുണികളുടെ അഴുക്ക് ഫുള്ള് അതിനകത്ത് ഇരുന്നിട്ട് വീണ്ടും നമ്മുടെ തുണികളിൽ തന്നെ അത് കയറി പറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ക്ലീനാക്കി കൊടുത്തപ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ സ്ക്രബ്ബർ, നാരങ്ങ, ഉപ്പുപൊടി, ബേക്കിംഗ് പൗഡർ, കോൾഗേറ്റ് ഇത്രയും മാത്രം മതി വാഷിംഗ് മെഷീനകത്ത് ക്ലീനാക്കി എടുക്കുന്നതിന്. വെള്ളം ഒഴിച്ചപ്പോഴത്തേന് നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി ഞാൻ ഇതിനകത്തോട്ട് വെള്ള ബെഡ്ഷീറ്റുകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേന് ഒന്ന് ക്ലീനായി കിട്ടുന്നതിന് നമുക്ക് അതിനകത്ത് ഒഴിക്കാൻ എടുക്കുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, ലിക്വിഡോ സോപ്പ് പൊടി എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ള പേസ്റ്റ് ആയിരിക്കും നല്ലത്. അപ്പോൾ അത് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ കോൾഗേറ്റ് അതിനകത്ത് അലിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ അത് ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ ഓണാക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അത് മൊത്തത്തിൽ അന്ന് അലിഞ്ഞ് ചേർന്നോളും. അപ്പോൾ ഒന്നുകൂടെ നല്ല രീതിയിൽ തന്നെ തുണികൾ വെളുത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേനും അത് നല്ല രീതിയിൽ തന്നെ തുണികൾ വെളുത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇനി അടുത്ത ടിപ്പ്, ഇരുമ്പ് ചട്ടി നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റിയിടുമ്പോൾ ഇതേപോലെ തുരുമ്പിൻ്റെ അംശം കാണാറുണ്ട്. അപ്പം നമ്മൾ ഒന്ന് ഉപയോഗിച്ചിട്ട് മാറ്റി ഇതിടരുത്. കാരണം എപ്പോഴും അതിനകത്ത് നമ്മൾ കഴിവതും എണ്ണ കൊണ്ടുള്ള ഉപയോഗങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ചെയ്യുക. ഇനിയിപ്പോൾ ഇത് തുടച്ച് കളഞ്ഞതിന് ശേഷം നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഇപ്പോഴും അതിനകത്തൊരു എണ്ണമയം കാണണം. ഇല്ല എങ്കിൽ വെള്ളം വീണാൽ തന്നെയും അത്
ഒരുമാതിരി തുരുമ്പിച്ച് കണക്കാവുകയും ചെയ്യും. അപ്പം നമ്മൾ കഴിവതും എണ്ണ കൊണ്ടുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്യാൻ നോക്കുക. ഇനി നമുക്ക് ഇത് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പൊരിച്ചു കോരാനൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.